എന്തോ എന്തോ ചെയ്യുന്നു പാലില്ലാത്ത ചായ. അങ്ങോട്ട് ചെല്ലുമ്പം കാണാം. ഇവിടെ രാവിലെ തൂത്തതാണ് ഇവിടെ. ഇന്നലെ സുധീഷ് വന്ന് വഴിയെല്ലാം തൂത്ത് തന്നെ. നിങ്ങളുടെ 4 പേരുടെ കൊണ്ട് ഒരു ഫോട്ടോ ഇതിനകത്ത് കിടക്കുന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര മഴക്കോളാ പ്രിയങ്ങളെ. ഞങ്ങളിങ്ങി വന്നു കൊള്ളിയാൻ മിന്നുന്നു. ഇടി മുഴങ്ങുന്നു, കാറ്റ്, മഴ പെയ്തില്ല. എവിടെയോ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് കുറച്ച് താമസിച്ചാൽ വന്നത്. അതുകൊണ്ട് എളുപ്പം തിന്നം വരെയൊക്കെ തൂത്തു. അയവള്ളി ഇന്നലെ കെട്ടാൻ സമയം കിട്ടിയില്ല, രാത്രിയായി. ഇവിടെ എല്ലാം റോഡും ഒക്കെ തൂത്ത് തന്നെ. എനിക്ക് അങ്ങോട്ട് നമ്മുടെ റോഡിലോട്ട് ഇറങ്ങുന്ന ഒരു ഇച്ചിരി വഴിയുണ്ടല്ലോ, അതൊന്നും എനിക്ക് തൂക്കാൻ പറ്റും. ഇന്നലെ സുധീഷ് അതെല്ലാം തൂത്ത് തന്നു. വണ്ടി കഴുകി, അങ്ങനെ കുറച്ച് പണികളുമായിട്ടിരുന്നു. പിന്നെ രാത്രിയെ അപ്പം ഇന്ന് വൈകിട്ട് വന്ന് അയവള്ളി കെട്ടിത്തരാന്ന് പറയും. അത് കെട്ടാൻ വന്നതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ മൂലുകുട്ടനായി LSSന്റെ ക്ലാസ് ഉണ്ട്, സ്കൂള് ടൈം കഴിഞ്ഞ് 5 മണി വരെ. അപ്പം മുത്ത് ഇവിടെ ഉള്ളപ്പം അവൻ പോയി വിളിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഓട്ടോയ്ക്കാണ് വിളിച്ചുകൊണ്ട് വന്നത്. ദിവസവും നമുക്ക് 120 രൂപ ഓട്ടോ കൂലി മുടക്കാൻ നമ്മൾ അത്ര വലിയ ഒന്നും അല്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ടീച്ചറിനോട് പറഞ്ഞു, ഞാൻ 5:30 ആവുന്നതിന് മുമ്പേ വരാം, ടീച്ചറിൻ്റെ അടുക്കലൊന്ന് നിർത്തിയേക്കണേന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ സ്കൂള് കഴിഞ്ഞ് ടീച്ചറിന്റെ വീട്ടിലോട്ട് കൊണ്ടിരുത്തിയേക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ആയിരുന്നു. തല ശരിക്ക് തോർത്ത വെള്ളം. പിന്നെ ഞാൻ വൈകിട്ട് പോയി മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി. പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ? പാലും ഗോതമ്പൊടി തീർന്നായിരുന്നു. ഗോതമ്പൊടി, ജീരകം തീർന്നായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ്. നാളെ മുട്ടക്കറി ഉണ്ടാക്കാം, ബ്രെഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കാൻ ഒരാഗ്രഹം, കഴിക്കാന്ന് വിചാരിച്ച് ബ്രെഡ് മേടിച്ചത് കേട്ടോ. തിരുവത്തിക്ക് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. പിന്നെ ഇന്ന് അടുക്കളയിൽ പ്രത്യേകിച്ച് ഒരുപാട് പണികളൊന്നുമില്ല. ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നലെ മാമിനും ഒക്കെ വന്ന് ചക്ക ഇട്ടുകൊണ്ട് പോയി. പക്ഷെ അവിടെ ഇതുവരെ ചക്ക എടുത്തില്ല കേട്ടോ. ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോ രാവിലെ കുഞ്ഞോനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. പിന്നെ മാമിന് ചോറ് കൊടുത്തു വിടണമായിരുന്നു. അങ്ങനെയൊക്കെ ജോലിയൊക്കെ ആയിട്ടിരുന്നോണ്ട് ചക്ക എടുത്തില്ല. പക്ഷെ എനിക്ക് ചക്ക കിട്ടി. ഇവിടുന്ന് ഞാനൊരു ചക്ക എടുത്ത് വെച്ചിരുന്ന് പഴിപ്പിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ താഴത്തെ ചേച്ചി, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് വേണോന്ന് ചോദിക്കാൻ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചേച്ചി ഇല്ലായിരുന്നു അവിടെ. വന്നു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചായിരുന്നു. അപ്പൊ ചേച്ചിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവര് ചക്കയൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത് ചേച്ചിക്ക് കൊടുത്തു. അപ്പൊ ചേച്ചി ഇന്ന് അതെനിക്ക് വേവിച്ചു തന്നു. അപ്പൊ ഇന്നതൊക്കെ ഉണ്ട്. മീൻകറി ഉണ്ട്, മോരുണ്ട്, പിന്നെന്താ ചക്കയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അത്താഴം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ അങ്ങോട്ട് ലെവലായി വരുന്നതേ ഉള്ളൂ പ്രിയങ്ങളെ. വോയിസ് ഇടുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് കൊടുത്ത് സേവ് ചെയ്ത് പിന്നെ അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതൊക്കെ ഇച്ചിരി വലിയ പണികൾ തന്നെ കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മളവിടെ കുറേ ദിവസം ലീവ് എടുത്തതിൻ്റെതായിട്ടുള്ള പണികളൊക്കെ ആയിട്ടാണ് പകലെല്ലാം ഇരിക്കുന്നത്. അപ്പൊ അത് തീർക്കേണ്ടത് കൊണ്ട് മൊബൈലിലെ പണികളൊന്നും അധികം നടക്കത്തില്ല. വൈകിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒത്തിരി പേര് കല്യാണ വീഡിയോ ഒക്കെ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടായിരുന്നു. കഴിയുന്ന അത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇന്നിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ജപിച്ച് വന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അത്താഴം കഴിച്ച് കേട്ടാ.
പ്രാർത്ഥിക്കും. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ഈ മേശപ്പുറത്ത് വെച്ച് എഴുതായിരുന്നല്ലോ. ഇവിടെ ഇരുന്നുണ്ട മേശപ്പുറത്ത് വെച്ചാൽ നല്ലപോലെ എഴുതായിരുന്നു. കുളിയും ജപമൊക്കെ കഴിഞ്ഞു പ്രിയങ്ങളെ. രാവിലെ ഞാൻ മോനിക്കുട്ടന് കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കി. മീൻകറി ഉള്ളത് കൊണ്ട് ഇന്നലത്തെ ഒരു കപ്പ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങി 2 ചേമ്പും കൂടെ ഒക്കെ ചേർത്ത് പുഴുങ്ങിയെടുത്തേ. അത് മോനിക്കുട്ടന് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന് കഴിക്കാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുളക് ചമ്മന്തി. പിന്നെ ചോറും മീൻകറിയൊക്കെ എടുത്ത് ഇവിടെ ഇട്ട് വെച്ച് തണുപ്പൊക്കെ ഒന്ന് വിടട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിങ് കുറച്ചൊക്കെ തീർക്കട്ടെ. മോനുകുട്ടന് എന്തൊക്കെയോ ഫോണിനകത്ത് എഴുതാനുള്ളതും വായിച്ച് മെസ്സേജ് ഗ്രൂപ്പിൽ ഇടാനുള്ളതും ഒക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനങ്ങോട്ട് പോയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് വന്ന് നമുക്ക് അടുക്കളയിൽ അത്താഴം റെഡിയാക്കാം. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പ്രിയങ്ങളെ. വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതൊരു ചടങ്ങാണ്, ഒരു 1.5 പണിയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 8:30 കഴിഞ്ഞ് നമുക്ക് ചോറുണ്ട്. ഞാൻ ചോറ് ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചതാട്ടോ. അതിനിടയ്ക്ക് നല്ലൊരു മഴ പെയ്തു തോർന്നു. വോയിസ് കൊടുത്തതിനകത്ത് ചിലപ്പോൾ മഴയുടെ ശബ്ദമൊക്കെ കാണും. ഓടിട്ട വീടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുമല്ലോ. പിന്നെ എന്നാലും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വോയിസ് അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ചക്ക ഒന്ന് കടുവ വറക്കുവാ. ഞാൻ ചക്കയൊക്കെ കടുവ വറുത്ത് കഴിക്കുന്നത് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എന്താ, ഫോണിന് ചാർജും കുറവാണ് പ്രിയങ്ങൾ. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇനി കുത്തിയിടണം. നമുക്ക് അത്താഴം കഴിക്കാം. അല്ലെ തന്നെ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നണക്കെ 2 പുതപ്പിട്ട് പുതച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. ഇന്ന് മഴയും കൂടെ പെയ്ത സ്ഥിതിക്ക് 3 പുതപ്പ് വേണം. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല, കിടക്കുമ്പോഴേ ഉറങ്ങിപ്പോവും. വീടിന്റെ മുൻവശത്തുള്ള പ്ലാവിലെയാണ് ഈ ചക്ക, അതായത് വരിക്കച്ചക്കയാണ്. ഈ അടുക്കളയുടെ സൈഡിൽ 2 പ്ലാവുണ്ട്. അത് ഒന്ന് കൂഴയും ഒന്ന് വരിക്കയാണ്. എല്ലാത്തേലും വിളഞ്ഞ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം അടത്തിയിട്ടിട്ടുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ നല്ലതാന്നൊക്കെ ഈ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. വേവിക്കാനും നല്ലതാ, കഴിക്കുമ്പോഴും നല്ലതാന്ന് പറഞ്ഞു. പഴുത്തൊക്കെ കഴിക്കാൻ ഞാൻ കൊതിച്ചിരിക്കുവോ. ചക്ക എങ്ങനെ കിട്ടിയാലും നമ്മൾ കഴിക്കുമല്ലോ. പച്ചക്ക് കിട്ടിയാലും കഴിക്കും, വേവിച്ച് കിട്ടിയാലും കഴിക്കും. എല്ലായിടത്തും ചക്കയൊക്കെ ആയോ? നിങ്ങൾ കഴിച്ചോ? TV കാണലാണ്. അതുകൊണ്ട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതിയെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടങ്ങ് ഇരുന്നു. അതുപോലെ ഫോൺ അങ്ങ് സ്റ്റോറേജ് ഒത്തിരി ആയപ്പോഴത്തേക്ക് ഫോൺ അങ്ങ് സ്ലോ ആകുമോ. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം എഡിറ്റ് ചെയ്തിട്ട്. ഒരുപാട് വീഡിയോസ് ചറവറ എടുത്തിട്ടുണ്ട്. ഈ ലോങ് വീഡിയോ വരുന്നതേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ കുറേ വരും ഇതിന്റെ പോലെ തന്നെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണണം, നിങ്ങൾ സഹിക്കണം. ഇവിടെ നമ്മുടെ ഈ വീട്ടിലെ കുറെ സാധനങ്ങളെല്ലാം ഇവിടെ 2 റൂമിനകത്ത് ആക്കിയേക്കുവാന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഒരു അണ്ണാൻ കുഞ്ഞുണ്ട്, അണ്ണാന്റെ വീടുണ്ട്. കുറെ ആൾക്കാരുണ്ട് അവിടെ, അപ്പനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എലിയാ ഓടുന്നതെന്ന്. എലി ഉണ്ടായിരുന്നു, അവരെയൊക്കെ നമ്മൾ തുരത്തി. പക്ഷെ ഇത്തവണ ഞാൻ കണ്ടു ഇവിടെ 2 പേരുണ്ടായിരുന്നു ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടപ്പം ഞാൻ നോക്കിയപ്പം അണ്ണാൻ കുഞ്ഞുങ്ങളാണ്. അവർക്കും ജീവിക്കണ്ടേ. ചോറ് തിളച്ച് ഞാൻ വാർത്തിട്ടെ നമുക്ക് കഴിക്കാം. ഇനി അധികം സംസാരിച്ച് നിന്നാൽ ശരിയാവത്തില്ല. മോനിക്കുട്ടൻ എന്നെ വെട്ടു. ഈ എന്തൊരു സുഖം, മഴ പെയ്തപ്പോ ഭയങ്കര തണുപ്പില്ലയോ. കഴിക്കാം ബാ.
ചോറ് ചോറ് ചക്ക മീൻകറി വാ കമോൺ വാ വാ വന്നെ സമയം ഒത്തിരിയായി വാ ചക്കപ്പൊതിയ അമ്മ ഈ പുഴുക്കങ്ങ് എടുത്ത് വെച്ചേക്കട്ടെ കാപ്പയൊക്കെ നാളെ അല്ലേ മുള്ളില്ലാത്തത് കൊണ്ടാണ്ട് ആ കഷ്ണം മുള്ളില്ലാത്തത് ഉണ്ട് ഈ കിടക്കും അതാ കൂട്ട് കുഞ്ഞേ കഴിച്ചിട്ട് വരാം ചേച്ചി തന്ന ചക്ക കപ്പയല്ല ചക്ക ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് കുഴഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമാണ് പ്രിയങ്ങളെ. മോരുകറി നമുക്ക് മസ്റ്റാണ്. അതുകൊണ്ട് മോരുകറി ഇന്നലെ നമ്മൾ കപ്പ കഴിച്ച് മോരുകറിയൊക്കെ തീർത്ത് കേട്ടോ. തീർന്നു മോരുകറി. മീൻകറി ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. ഷടിഷടേന്ന് ടാറ്റ പറയുവാണ്. കാരണം ഫോൺ ഇപ്പോൾ ഓഫാകും. നാളെ കാണാം. ടാറ്റ. ഓക്കെ ബൈ ബൈ. സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.